കാലത്തെ തന്നെ മഴ നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഉച്ചക്കത്തേക്കുള്ള ചോറും കറികളൊക്കെ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഞണ്ടാണ്ടാ കേട്ടെ. അപ്പം ജീവനുണ്ട്. അപ്പോൾ അത് അവിടെ ഓടി നടന്നോട്ടെ. നമുക്ക് ആ നേരം കൊണ്ടേ കുമ്പളങ്ങ ചാറ് ഉണ്ടാക്കിയെടുക്കാം. ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ടെന്നാണ്, എന്നാലും കുഴച്ച് തിന്നാൻ ഇത്തിരി ചാറിരിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ അതേ കുമ്പളങ്ങ അരിഞ്ഞടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് വെന്ത് വന്നപ്പോഴത്തേക്കും അതും ഒന്ന് അടച്ചിടുന്നുണ്ട് കേട്ടോ. കുമ്പളങ്ങ വെള്ളത്തിലോട്ട് തേങ്ങയരപ്പും തൈരൊക്കെ ചേർത്ത് ഇന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും തീ ഓഫാക്കിയിട്ട് ഇതേ കടുക് വറുത്ത് അതിലോട്ട് ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഞണ്ട് കറി ഉണ്ടാക്കാം. അങ്ങനെ ദേ ഞണ്ട് കറി വെക്കാനുള്ള നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി മാത്രം ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. കുരുമുളക് പൊടിയാണ് കൂടുതലായിട്ട് ചേർത്തേക്കണത്. ഞണ്ട് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേവാനുള്ള വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്കതവിടെ മൂടി വെച്ചേക്കാം. അതിനി അവിടെ ഇരുന്ന് ഗ്രേവിയൊക്കെ ഇരുന്ന് വറ്റി ഉപ്പൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പോയി ആസ്വദിച്ച് ചോറ് തിന്നിട്ട് 2 ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട്. അപ്പോൾ നമ്മളിവിടെ ഇല്ലാത്തത് കൊണ്ടിട്ട് വെപ്പും കൂടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് ഇത്തിരി ചോറും കറിയൊക്കെ വെച്ചേക്കണം. പത്രമുള്ള കേട്ടോ.